ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സത്തർമ്മ ജീവിതോദ്ധാരണത്തിന്നി മാതൃകാ സോദരീ മഠം സ്വാമിയാൽ സ്ഥാപിതം ശുദ്ധം ധർമ്മവിദ്യാ കലാലയം സ്വീകരം ധർമ്മമുള്ളോരാൽ പോഷിതം ധർമ്മമേ ജയം ധർമ്മമേ സച്ചിദാനന്ദ രൂപം അച്യുതമവ്യയം ധർമ്മമത്രേ സമസ്തർക്കും ആധാരം ശാശ്വതം പരം ധർമ്മമല്ലാതെ മറ്റില്ല നിർവാൺ പ്രഥമമാം വഴി ധർമ്മം ചെയ്തു സർവത്ര സോദരീണാം ശ്രമങ്ങളാൽ. ഇത് ഡോക്ടർ പി പൽപ്പു രചിച്ച കൃതി. എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം. കർമ്മധീരനായ ഡോക്ടർ പി പൽപ്പുവിൻ്റെ 74ാം ചരമവാർഷികമാണല്ലോ ജാനുവരി 25. സാമൂഹ്യ ജീർണതയ്ക്കെതിരെ അചഞ്ചലനായി നിന്ന് പോരാടിയ ഡോക്ടർ പൽപ്പു പൂജാതനായത് 1863 നവംബർ 2-നാണ്. അച്ഛൻ പേട്ട തച്ചക്കുടിയിൽ പപ്പു, അമ്മ പേട്ട തോപ്പിൽ കുടുംബത്തിലെ പപ്പമ്മ. ഈ ദമ്പതികൾക്ക് 7 മക്കൾ, 5 ആണും 2 പെണ്ണും. മൂത്ത മകൻ വേലായുധൻ, രണ്ടാമൻ പരമേശ്വരൻ, മൂന്നാമൻ പൽപ്പു, നാലാമൻ മാധവൻ, അഞ്ചാമൻ താണുവൻ, ഇളയത് മീനാക്ഷി, ഏറ്റവും ഇളയത് ഭവാനി. ഇത് 4 പുത്രന്മാരും 2 പുത്രിമാരും തികഞ്ഞ ഗുരുദേവ ഭക്തരും ഗുരുദേവനുമായി അടുത്ത ബന്ധം പുലർത്തി വന്നവരുമാണ്. തിരുവിതാംകൂർ ഈഴവ സമുദായത്തിൽ നിന്നും ആദ്യമായി BA പാസ്സായത് വേലായുധനായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ നൽകിയപ്പോൾ തൽക്കാലം ഒഴിവുള്ള ജോലിയൊന്നും ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. മതം മാറി വന്നാൽ ജോലി നൽകാമെന്ന വിവരം മഹാരാജാവ് ഒരു ഭൃത്യൻ വഴി വേലായുധനെ അറിയിച്ചു. അതിന് സന്നദ്ധനാകാതെ വേലായുധൻ ജോലിക്ക് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അധികം വൈകാതെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ മദ്രാസിൽ റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുകയുണ്ടായി. ഗുരുദേവനുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അത്രയും സുഹൃത്ത് ബന്ധം വേലായുധനുണ്ടായിരുന്നു. ഡോക്ടർ പൽപ്പുവിന്റെ 2ാമത്തെ ജ്യേഷ്ഠ സഹോദരൻ പേട്ടയിൽ പരമേശ്വരൻ ശ്രീമൂലം പ്രജാസഭയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയായിരുന്ന കുമാരനാശാൻ നിയമസഭയിൽ സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും നേടിയെടുക്കുന്നതിനുള്ള പ്രമേയം അവതരിപ്പിച്ചു. വോട്ടിട്ടപ്പോൾ എതിർത്ത് വോട്ട് ചെയ്ത 7 ജനപ്രതിനിധികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ദിവാന്റെ നോമിനേറ്റ് അംഗമായതുകൊണ്ടും ദിവാൻ രാഘവയ്യരുടെ അഭ്യർത്ഥനയെ മാനിച്ചും കൊണ്ടാണ് സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഡോക്ടർ പൽപ്പുവിന്റെ ഇളയ സഹോദരനായിരുന്ന P മാധവൻ വൈദ്യനാണ് ഗുരുദേവന്റെ സമാധിയെ തുടർന്ന് യോഗം പ്രസിഡന്റായി ചുമതലയേറ്റത്. അതിനും ഇളയ സഹോദരൻ P താണുവൻ സ്വാതന്ത്ര്യം കാക്ഷിച്ച് ചെറുപ്പത്തിലെ നാട് വിട്ട് ബോംബെക്ക് പോവുകയും അവിടെ ഒരു വ്യവസായിയായി മാറുകയും ചെയ്തിരുന്നു. സഹോദരി മീനാക്ഷി പേട്ട തോപ്പിൽ വീട്ടിൽ താമസം. ഗുരുദേവൻ പേട്ടയിൽ വരുമ്പോഴൊക്കെ തോപ്പിൽ വീട്ടിൽ എത്തുകയും ഭക്ഷണം കഴിച്ച് അവിടെ വിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഗുരുദേവൻ അന്ന് വിശ്രമിച്ചിരുന്ന മുറി ഇപ്പോഴും മീനാക്ഷി അമ്മയുടെ മകളുടെ മകൾ ശാരദാമണി ഒരു ക്ഷേത്രം പോലെ സൂക്ഷിച്ചു വരുന്നു. ഈ ഗൃഹത്തിൽ വെച്ചാണ് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ നിർമ്മിച്ചത്. ഗുരുദേവൻ സമാധിയായ ദിവസം ശിവഗിരിയിൽ മീനാക്ഷി അമ്മയും ഉണ്ടായിരുന്നു. സമാധിയോടനുബന്ധിച്ചുള്ള കനകാഭിഷേക ചടങ്ങിൽ മീനാക്ഷി അമ്മയുടെ താലിമാല ഗുരുദേവന്റെ ശിരസിൽ അർപ്പിക്കുന്നതിനുള്ള മഹാഭാഗ്യം ആ അമ്മയ്ക്കുണ്ടായി. ഇളയ സഹോദരി ഭവാനിയും ഭർത്താവ് മാർത്താണ്ഡൻ കുത്തകക്കാരും അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ പൽപ്പുവും സഹോദരൻ വേലായുധനും ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കണ്ടുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പെറ്റമ്മയുടെ കെട്ടുതാലി പണയപ്പെടുത്തിയും സുഹൃത്തുക്കൾ സ്നേഹപൂർവ്വം നൽകിയ സഹായം സ്വരൂപിച്ച് പൽപ്പു മദ്രാസിലേക്ക് വണ്ടി കയറി. മദ്രാസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി പഠനം തുടർന്നു.
താമസ സൗകര്യവും ഭക്ഷണവും ആരോഗ്യവും വേണ്ടുന്ന രീതിയിൽ ഇല്ലാതിരുന്നിട്ട് പോലും അതൊക്കെ അതിജീവിച്ച് ലക്ഷ്യബോധത്തോടു കൂടി പഠിച്ച് പരീക്ഷ എഴുതി ഒന്നാമനായി പാസ്സായി. സ്വന്തം നാട്ടിൽ ജോലി കിട്ടും എന്ന പ്രതീക്ഷയിൽ തിരിച്ചെത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ജ്യേഷ്ഠ സഹോദരന്റെ അനുഭവം തന്നെയാണല്ലോ തനിക്കും എന്ന ചിന്തയിൽ മനം നൊന്ത് മദ്രാസിലേക്ക് തന്നെ തിരിച്ചുപോയി. അവിടെ സർക്കാർ മെഡിക്കൽ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. ഇത്രയും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും പിന്മാറാതെ അവകാശ നിഷേധത്തിനെതിരെ ശക്തമായി പോരാടാനും തൻ്റെ സമുദായത്തിലെ വരും തലമുറയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അദ്ദേഹം സന്നദ്ധനായി. ശ്രീനാരായണ ഗുരുദേവന്റെ ആധ്യാത്മികവും ഡോക്ടർ പൽപുവിൻ്റെ സമുദായ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുവാൻ ഒരു വിശേഷ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അതിൻ പ്രകാരം തിരുവനന്തപുരത്തെയും സമീപ പ്രദേശത്തെയും ഈഴവ പ്രമാണിമാരുടെ ഒരു യോഗം കുന്നുകുഴിയിലുള്ള കമലാലയം ബംഗ്ലാവിൽ കൂടി. കുമാരനാശാൻ, എം ഗോവിന്ദൻ, പി മാധവൻ വൈദ്യൻ, എൻ കുമാരൻ, വാരണപ്പള്ളി പത്മനാഭ പണിക്കർ, പി പരമേശ്വരൻ, മാർത്താണ്ഡൻ കുത്തകക്കാർ തുടങ്ങിയ ഈഴവ പ്രമാണിമാർ പങ്കെടുത്ത ഈ യോഗത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആയിരുന്നു. ചർച്ചകൾക്കു ശേഷം അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ തിരുവിതാംകൂറിലെയും മലബാറിലെയും യോഗ്യരായ സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആക്കിക്കൊണ്ട് അരുവിപ്പുറം ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. 1895 മെയ് 13 ഡോക്ടർ പൽപു തിരുവിതാംകൂർ സർക്കാരിന് നൽകിയ ഹർജി ഒരു ചരിത്രരേഖയായി നിലകൊള്ളുന്നു. 1903 മെയ് 15 തിരുവിതാംകൂർ 1063 ആണ്ടത്തെ 1-ാം റെഗുലേഷൻ 1882 6-ാം നമ്പർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് SNDP യോഗം രജിസ്റ്റർ ചെയ്തു. യോഗത്തിന്റെ സ്ഥിരാധ്യക്ഷനായി അവസാനം വരെയും ഗുരുദേവനായിരിക്കണമെന്ന തീരുമാനവും കൈക്കൊണ്ടു. ഗുരുവിന്റെ മഹാസമാധിയെ തുടർന്ന് ഡോക്ടർ പൽപുവിന്റെ ഇളയ സഹോദരൻ പി മാധവൻ വൈദ്യൻ പ്രഥമ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. SNDP യോഗം രൂപം കൊണ്ട അതേ ദിവസം തന്നെയായിരുന്നു നമ്മുടെയൊക്കെ ബഹുമാന്യനായ കേരളത്തിലെ പത്രാധിപർ കെ സുകുമാരന്റെ ജനനവും എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തിയാണ് ഡോക്ടർ പൽപു എന്ന് ശ്രീമതി സരോജിനി നായിഡു പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതിയെ വിദേശ രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് വിവേകാനന്ദ സ്വാമിയായിരുന്നു. അതിനുശേഷം ആ കർമ്മം തുടർന്ന് നടത്തിയത് ഡോക്ടർ പൽപുവിന്റെ പുത്രനും ശ്രീ നാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനുമായിരുന്ന സന്യാസി ശ്രേഷ്ഠൻ നടരാജ ഗുരുവാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ സമൂഹത്തെ ഉപദേശിച്ച ഗുരുദേവന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുകയും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമുദായത്തിൽ ജനിച്ചിട്ടുകൂടി ഏറ്റവും നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടുകയും ആ വിദ്യാഭ്യാസം വഴി സ്വയം സ്വതന്ത്രനാവുകയും മറ്റുള്ളവരെ സ്വതന്ത്രരാക്കുകയും ചെയ്ത ഒരു സുപ്രീം പവർ തന്നെ ആയിരുന്നു ഡോക്ടർ പൽപു. മനുഷ്യ ശരീരത്തിന്റെ ദുരവസ്ഥയ്ക്കുള്ള കാരണങ്ങളും അവയുടെ പരിഹാരവും അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടി. മനുഷ്യ മനസ്സിനെ നേരെയാക്കാനുള്ള കഴിവ് അദ്ദേഹം സ്വന്തം അനുഭവത്തിലൂടെയും ആത്മീയതയിലൂടെയും ഗുരുദേവനുമായുണ്ടായ സാമീപ്യത്തിലൂടെയും സ്വായത്തമാക്കി. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൊണ്ട് വികസിച്ച മസ്തിഷ്കവും ആത്മീയതയും ജീവിത അനുഭവവും വികസിച്ച മനസ്സ് സമന്വയിപ്പിച്ച് അദ്ദേഹം കേരളത്തിന്റെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചു. അദ്ദേഹത്തിന്റെ സൃഷ്ടികളായ ഈഴവ മെമ്മോറിയൽ ഹർജി, യുവ മലയാളി മെമ്മോറിയൽ ഹർജിയും സ്വാമി വിവേകാനന്ദന്റെ ഭാഷയിൽ ഒരു പ്രാന്താലയമായിരുന്ന കേരളത്തിന് കിട്ടിയ അവസരോചിതമായ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധി ബാധിച്ച സമൂഹത്തെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ശുശ്രൂഷിച്ച ശ്രേഷ്ഠനായ ഭിഷഗ്വരനായിരുന്നു അദ്ദേഹം. ആലംബഹീനർക്ക് ആഹാരവും പുതപ്പുകളും നൽകി ആശ്വസിപ്പിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ഡോക്ടർ പൽപു. ജാതി വ്യവസ്ഥയുടെ വിഷം ബാധിച്ച
കേരള സമൂഹത്തിന് സത്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വഴികാട്ടിയ നിശബ്ദനായ ഈ വിപ്ലവകാരിയെ ജനം അന്നും ഇന്നും എന്നും ഓർത്തുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.